ഹലോ, അപ്പോൾ അതാ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന പ്രാന്താണോ, ഇത് മൺഡേ അല്ലേന്ന്. പക്ഷേ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് പ്രത്യേക സാഹചര്യങ്ങൾ മൂലം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിതാ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരുങ്ങി ചമ്മച്ച് പോകുന്നത് പള്ളിയിലോട്ടാണ്. നമ്മൾ രാവിലെ എണീക്കാൻ കുറച്ച് താമസിച്ച് പോയി. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ നമ്മൾ ലേറ്റായി. അപ്പോൾ ഇന്ന് ഇവളാണ് എൻ്റെ ഡ്രൈവർ. എനിക്ക് വണ്ടി ഓടിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ അവളെ ഏൽപ്പിച്ചു. ഈ പണ്ടാരം വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റാർട്ടാക്കുമ്പോൾ ഒരിക്കലും സ്റ്റാർട്ടാവാറില്ല. പിന്നെ കുറച്ച് ഡിമാൻഡൊക്കെ ഇട്ടിട്ട് സ്റ്റാർട്ടാവാറുള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ ഒരു വിധത്തിൽ സ്റ്റാർട്ടാക്കി നമ്മൾ പറപ്പിച്ച് പോകുന്നുണ്ടായിരുന്നു പള്ളിയിലോട്ട്. പിന്നെ നമ്മൾ പോയ വഴിക്ക് ഒരു കടയിൽ കയറി മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചായിരുന്നു. മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ പള്ളിയിലെത്തിയപ്പോഴത്തേക്ക് ഓൾറെഡി കുർബാന തുടങ്ങി. ആ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ധൃതി വെച്ച് ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പള്ളി. ഇത് ലാറ്റിൻ പള്ളിയാണ്. നമ്മളിവിടെയാണ് കുർബാനയ്ക്കൊക്കെ വരുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് കുർബാന തുടങ്ങി. നമ്മൾ പിന്നെ പള്ളിയിൽ കയറി കുർബാനയും കാര്യങ്ങളൊക്കെ കൂടി പള്ളിയിലെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വാങ്ങിച്ച മെഴുകുതിരി കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന എന്നെ അറിയാവുന്ന പലരും വിചാരിക്കും ഇതൊക്കെ എന്ന് തുടങ്ങി ഈ ശീലങ്ങളൊക്കെ അതോ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഈ ഷോയ്ക്ക് എന്ന്. അല്ല കേട്ടോ, എൻ്റെ ലൈഫിൽ കുറേ വേസ്റ്റ് സിറ്റുവേഷനിലൂടെയായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ പലതും റിയലൈസ് ചെയ്യുമല്ലോ എന്താണ് നമുക്ക് ശരി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും പറ്റിയ ലോക പരാജയം എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഈ യൂട്യൂബ് ചാനലാണെങ്കിലും എനിക്ക് തുടങ്ങും ആക്റ്റീവാക്കി എടുക്കണമെന്ന് വിചാരിക്കും. എത്രയോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എഡിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ പറ്റാറില്ല, ഒന്നും ചെയ്യാൻ തോന്നാറില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥ. അങ്ങനെ ആ ഒരു അവസ്ഥയിലിരുന്ന് ഞാൻ പലതും റിയലൈസ് ചെയ്തു. ഇപ്പോൾ പള്ളിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ അതാ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടിലെത്തിയിട്ടുണ്ട്, കടത്തുവെള്ളം. അവിടെ അതാ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ വന്നിട്ട് ഒരു നാരങ്ങ വെള്ളമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. ആ ചൂടത്തുനിന്ന് വന്നിട്ട് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം എൻ്റെ പൊന്നെ സാറേ. അവളുടെ വാട്ടർ മെലൺ ജ്യൂസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ നാരങ്ങ വെള്ളം കുടിക്കുന്നത് വായി നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ കൊതി കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചങ്ങ് കൊടുത്തിട്ടാ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ വാട്ടർ മെലൺ ജ്യൂസ് വന്ന് ഇതാ മാക്കെന്ന് കുടിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങ വെള്ളം കൊടുത്ത് ഞാൻ ആരായി? എന്ത് ചെയ്യാനാ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ, നമുക്കിതാ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട. അപ്പോൾ ഈ മീൻ വാങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളങ്ങ് കൊത്തന്നൂർക്ക് പോയിട്ട് അങ്ങ് കൊത്തന്നൂർ പോയ വഴിക്കാണെങ്കിൽ ഉള്ള പൊടിയും വെയിലും ചൂടെല്ലാം കൂടെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ എപ്പോഴും ഇല്ലാത്തത്ര ചൂട്. അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ നമുക്ക് വേണ്ട മീൻ അവിടെ ഇല്ലതാനും. ഈ വലിയ മീനുകളെപ്പറ്റി നമുക്ക് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അയലയോ കിളിമീനോ എല്ലാം വാങ്ങാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവിടെ ചെന്നപ്പോൾ അത് മാത്രമില്ല. പിന്നെ ചേട്ടാ നമുക്ക് ഇതല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച മീൻ കിട്ടാത്തതിൻ്റെ വിഷമാണ് ഈ മുഖത്ത് കാണുന്നത്. എന്നാലും നമ്മൾ തളർന്നില്ല. അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ പോയി. അപ്പം അവിടെ കൊത്തനൂർ തന്നെ വേറൊരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം, അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഏറെക്കുറെ ഏതൊക്കെയോ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്നവൾ പറഞ്ഞു ഇത് പോരാ, ഇവിടുത്തെ മീൻ പോരാ, നമുക്ക് വേറൊരു സ്പോട്ടുണ്ട്, അവൾക്ക് അറിയാവുന്ന സ്ഥലം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ തളർന്നു. ഞാൻ പറഞ്ഞു എനിക്കിനി വയ്യ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ച് ഞാൻ പോയ വഴിക്ക് ഒരു കടയിൽ കയറി ഒരു സ്പ്രൈറ്റൊക്കെ വാങ്ങിച്ചു. കാരണം അത്രയ്ക്കും ചൂടായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ ചോദ്യത്തിൽ എൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് ചാടിയെങ്കിലും ഞാൻ പതറിയില്ല. നമ്മൾ ഇന്ന് മീൻ വാങ്ങി കറി വെക്കും നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അവൾ പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് കിളിമീൻ ഇല്ലതാരും. പിന്നെ ഉണ്ടായിരുന്നത് അയലയായിരുന്നു. പിന്നെ അയല വാങ്ങിച്ച്, കാരണം ഇനി ഒരു സ്ഥലത്തോട്ട് പോകാൻ എനിക്ക് വയ്യ, വെയിൽ കൊണ്ട് തളർന്ന് മനുഷ്യ ഒരു പരിവായി. പിന്നെ അവിടെ നിന്ന് നമ്മൾ അയലയൊക്കെ വാങ്ങിച്ച് അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാം. ഫൈനലി നമുക്കത് കിട്ടി ഗൈസ്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് പിന്നെയും ബ്ലോക്കും പൊടിയും ഒക്കെ താണ്ടി നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. മസാലയൊക്കെ തേച്ച് അതിനങ്ങ് വറുത്തു. കാരണം എനിക്ക് കറി ഉണ്ടാക്കാനുള്ള കെൽപ്പില്ല. പിന്നെ ഒരു സിനിമയൊക്കെ സൈഡിൽ വെച്ചിട്ട് പതുക്കെ അതും വറുത്ത് ഒരു മോരുകറിയും അങ്ങോട്ട് ഉണ്ടാക്കി. ചോറും മോരുകറിയും കൂടെ കൂട്ടി നമ്മൾ കറക്റ്റ് 4 മണിയായപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ചോറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.